കുട്ടിക്കയറി കുട്ടിക്കലാശം ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ ഇന്ത്യ സ്ഥാനാർത്ഥി ജോർജ് കുര്യന്റെ കുട്ടിക്കലാശം തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മിഥുൻ മുരളി ചേരുകയാണ് വിശദാംശങ്ങളുമായി. മിഥുൻ, എത്രത്തോളം ആവേശത്തിലാണ് അവിടെ കുട്ടിക്കലാശം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? കേന്ദ്രമന്ത്രി കൂടിയായ ജോർജ് കുര്യൻ അവിടെ കള്ളത്തിൽ ഇറങ്ങിയതോടുകൂടി അതിശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. പറയൂ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും. ഗംഭീരമായ കൊട്ടിക്കലാശമാണ് കാഞ്ഞിരപ്പള്ളിയിൽ. കൊട്ടിക്കലാശത്തിന് നേതൃത്വം നൽകി സ്ഥാനാർത്ഥി ജോർജ് കുര്യൻ തന്നെ പൊൻകുന്നത്ത് ഉണ്ട്. ആവേശോജ്വലമായി പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം ചേരുകയാണ്. വലിയ ആവേശത്തിലാണ് പ്രവർത്തകരെല്ലാം ഉള്ളത്. പ്രവർത്തകരോടെല്ലാം കൂടി സന്തോഷത്തോടുകൂടി അവരുടെ ആനന്ദ നൃത്തത്തിൽ അവരോടൊപ്പം പങ്കുചേർന്ന് സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ ജോർജ് കുര്യൻ അവർക്കൊപ്പം പങ്കുചേരുന്നു. വലിയ ആവേശമാണ് പ്രവർത്തകർക്കൊക്കെ. വലിയ ആവേശത്തിലാണ്. വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു പ്രവർത്തകർ. എങ്ങനെയുണ്ട് കാഞ്ഞിരപ്പള്ളിയിലെ? തീർച്ചയായിട്ടും ജനങ്ങളുടെ വലിയ സപ്പോർട്ട് കാഞ്ഞിരപ്പള്ളിയിൽ മാറ്റമുണ്ടാകും. യാതൊരു സംശയവും വേണ്ട, കാഞ്ഞിരപ്പള്ളിയിൽ മാറ്റമുണ്ടാകും. ഇനി തെരഞ്ഞെടുപ്പിനോട് അടുത്ത് വരുമ്പോൾ എന്താണ് പൊതുചിത്രമായി പൊതുവെ ഇന്ത്യക്ക് അനുകൂലമായി കാഞ്ഞിരപ്പള്ളിയിൽ ഉണ്ടാകുമെന്നുള്ള വികസനമാണ്. വികസനം, നരേന്ദ്രമോദിയുടെ വികസനം കാഞ്ഞിരപ്പള്ളിയിലും വേണമെന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങളിൽ നിന്നൊക്കെ ലഭിച്ചിരിക്കുന്ന വലിയ പിന്തുണ തന്നെയായിരിക്കും അല്ലേ? നേരിട്ട് ജനങ്ങളൊക്കെ കാണുമ്പോൾ ലഭിക്കുന്ന വലിയ പിന്തുണ, വലിയ ജനങ്ങൾ വികസനമാണ് ആഗ്രഹിക്കുന്നത്, ഇവരുടെ വിവാദമല്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ NDA വരും. ജനങ്ങൾ NDA തിരഞ്ഞെടുക്കും. 20 വർഷം കാഞ്ഞിരപ്പള്ളിയെ പ്രതികരിച്ച ജയരാജനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അതും അനുകൂലമാകുമെന്നുള്ള വികസനത്തിന് അനുകൂലമാണ് NDA. ബാക്കിയുള്ളവർ എതിരാണ്. അവർ വിവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. വികസനം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. വികസനം തന്നെയാണ്. അതെ. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെ കൊട്ടിക്കലാശത്തിൽ വാദ്യമേളങ്ങൾ, വലിയ സംഗീത നൃത്ത ആനന്ദ നൃത്തമാടുകയാണ് NDA BJP പ്രവർത്തകരെല്ലാം പൊൻകുന്നം നഗരത്തിൽ. ഒട്ടും കുറവില്ല. വലിയ ആർഭാടത്തോടുകൂടി പ്രൗഢഗംഭീരമായി തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആനന്ദ നൃത്തമാടുന്ന പ്രായഭേദമന്യേ യുവാക്കളുടെയും സ്ത്രീകളുടെയും എല്ലാം വലിയ പങ്കാളിത്തം ജോർജ് കുര്യന് ലഭിക്കുന്നു. NDAക്ക് കാഞ്ഞിരപ്പള്ളിയിൽ മണ്ഡലത്തിൽ ലഭിക്കുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ കൊട്ടിക്കലാശത്തിന്റെ ദൃശ്യങ്ങൾ. ജെൻസി NDAക്കൊപ്പമാണ്. പ്രായമായവർ, ഒരു പ്രായത്തിനപ്പുറമുള്ളവർ, യുവാക്കൾ എല്ലാം NDAക്കൊപ്പമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് കാഞ്ഞിരപ്പള്ളിയിലെ കൊട്ടിക്കലാശത്തിൽ നിന്നും ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ. ജെൻസി NDAക്കൊപ്പം നൃത്തമാടുകയാണ്. യുവാക്കളുണ്ട്, വനിതകൾ, സ്ത്രീകളുടെ വലിയ പങ്കാളിത്തമുണ്ട്, പ്രായമായവരുണ്ട്. അങ്ങനെ പ്രായഭേദമന്യേ എല്ലാ തലമുറകളും ഇത്തവണ NDAക്കൊപ്പം BJPക്കൊപ്പം അണിനിരക്കുന്നു എന്നത് ഈ കൊട്ടിക്കലാശത്തിന്റെ ഈ ദൃശ്യങ്ങളിൽ നിന്നും, ആഘോഷപൂർവമായ ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാണ്. അത്രയും ആവേശത്തിലാണ് NDA ക്യാമ്പ് ഉള്ളത്. NDAക്ക് മാത്രമേ കേരളത്തിലും വികസനം സാധ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ അത് കാഞ്ഞിരപ്പള്ളിയിലും പാലായിലും പൂഞ്ഞാറും കോട്ടയത്തും മധ്യമേഖലയിലും എല്ലാം സാധ്യമാക്കാൻ NDAക്ക് കഴിയുള്ളൂ എന്നുള്ള ആ ഒരു ബോധവൽക്കരണത്തോടെ മിഥുൻ പറഞ്ഞതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ കൂടി NDA വിജയം സ്വന്തമാക്കുമെന്ന് തന്നെയാണ് ജോർജ് കുര്യൻ ജനം TVയുടെ വ്യക്തമാക്കിയിരിക്കുന്നത്. വികസനമാണ് ജനങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു മാറ്റം സ്വാഭാവികമായും ജനങ്ങൾ ആഗ്രഹിക്കുന്നു. എസ് ജയരാജന്റെ ആ ഒരു മേധാവിത്വം ഇക്കുറി ഉണ്ടാകില്ല. അത് NDA കരഗതമാക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. മിഥുൻ മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും പ്രശാന്ത് ശങ്കരമംഗലം ചേരുകയാണ്. പ്രശാന്ത്, അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഒരു മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം സെൻട്രൽ. കരമന ജയൻ എന്നുള്ള BJPയുടെ ജനകീയ മുഖം, ജനകീയ നേതാവ് തന്നെയാണ് അദ്ദേഹം NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അദ്ദേഹം ഉജ്ജ്വലമായ വിജയം നേടുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവെ ഉയർന്നത്. എത്രത്തോളം കളറായി, കടലായി പുരോഗമിക്കുകയാണ് കുട്ടിക്കലാശം? പ്രശാന്ത്, കേൾക്കാമോ? കുട്ടിക്കലാശം കളറായി കൊട്ടിക്കയറുകയാണ് എല്ലാ മണ്ഡലങ്ങളിലും. കുട്ടിക്കലാശത്തിന്റെ
ആ ഒരു അവസാന ലാപ്പ് പരസ്യ പ്രചാരണം അവസാനിക്കുന്നതിന്റെ അവസാന നിമിഷങ്ങളിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇനി ഏകദേശം അരമണിക്കൂറോളം മാത്രമാണ് കൊട്ടിക്കലാശത്തിന് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം ഈ കൊട്ടിക്കലാശം അത്യുജ്വലമാക്കാൻ അല്ല കടലാക്കാൻ തന്നെയാണ് മൂന്ന് മുന്നണികളും ഇവിടെ ഇഞ്ചോടിഞ്ച് മത്സര രംഗത്തുള്ളത്. മത്സരത്തിന്റെ ആ ഒരു പ്രചാരണ മത്സരത്തിന്റെ അവസാന ലാപ്പിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇന്ത്യ പരസ്യ പ്രചാരണത്തിൽ എത്രത്തോളം മുന്നിലായിരുന്നോ ആ ഒരു മുന്നേറ്റം തന്നെയാണ് ഈ കുട്ടിക്കലാശനത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിന്നും പ്രശാന്ത് ശങ്കർ മംഗലത്തിച്ചിരിക്കുകയാണ്. പ്രശാന്ത്, എത്രത്തോളം ആവേശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? വലിയ ആവേശമാണ് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. പ്രവർത്തനം ഒന്നാകെ നൃത്തം ചെയ്തുകൊണ്ട് ആഘോഷമാക്കി മാറ്റുകയാണ്. ഈ തിരുവനന്തപുരം സെൻട്രൽ കരമന ജയൻ മത്സരിക്കുന്ന തിരുവനന്തപുരം സെൻട്രലിലെ പഴവങ്ങാടി ക്ഷേത്രത്തിന് മുന്നിലാണ് കൊട്ടിക്കലാശം നടക്കുന്നത്. വലിയ ആവേശം, എങ്ങും ആവേശമാണ്. ഓരോ പ്രവർത്തകരും വിവിധ ഇടങ്ങളിൽ നിന്ന് കൂട്ടമായി എത്തിയ പ്രവർത്തകരെല്ലാം പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ സംഗമിച്ചു. അവിടെയാണ് കൊട്ടിക്കലാശത്തിന്റെ സമാപനം എന്ന നില നടക്കുന്നത്. ആഘോഷമാക്കി മാറ്റുകയാണ്. ആപാലവൃത്തം ജനങ്ങൾ, കുട്ടികളും വലിയവരുന്നില്ലാതെ ആപാലവൃത്തം ജനങ്ങളാണ് ഈ കൊട്ടിക്കലാശത്തെ ആഘോഷമാക്കി മാറ്റുന്നത്. കരമന ജയനും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നൃത്തം ചെയ്തും പാട്ടുപാടിയും ആഘോഷമാക്കി മാറ്റുന്നു. കൊട്ടിക്കലാശം തിരുവനന്തപുരം ജില്ലയിൽ BJP വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലമാണ്. തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്നത് കരമന ജയനാണ് BJPയുടെ സ്ഥാനാർത്ഥി. ഈ മണ്ഡലത്തിൽ വലിയ വിജയപ്രതീക്ഷയാണ് BJP വെച്ചു പുലർത്തുന്നത്. ആ മണ്ഡലത്തിലാണ് കൊട്ടിക്കലാശം വലിയ രീതിയിൽ ആഘോഷമാക്കി മാറ്റുന്നത്. നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. നൃത്തം ചെയ്തും പാട്ടുപാടിയും പതാക ഉയർത്തിയുമെല്ലാം ആഘോഷമാക്കി മാറ്റുകയാണ്. BJPയുടെ പ്രചരണം കെങ്കേമമായി നടക്കുകയാണ്. തിരുവനന്തപുരത്ത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിലാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും. കരമന ജയൻ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നത്. വലിയ ആവേശമാണ് എല്ലായിടത്തും. ആപാലവൃത്തം ജനങ്ങൾ, കുട്ടികളെന്നില്ല, വലിയവരെന്നില്ല, നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഇപ്പോൾ കരമന ജയന് വേണ്ടി പ്രചരണത്തിലേക്ക് ആവേശകരമായി മാറുകയാണ്. എല്ലായിടത്തും ആവേശം. ഓരോ നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇവിടേക്ക് എത്തിയത്. എല്ലാവരും നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നൃത്തം ചെയ്തുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ആഘോഷമാക്കി മാറ്റുകയാണ്. ഇനി തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി ഒരു ദിവസം ബാക്കി നിൽക്കെ സംസ്ഥാനത്തെ ഏറ്റവും വിജയപ്രതീക്ഷ വെച്ചുപുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം എന്ന് പറയുന്നത്. സെൻട്രൽ മണ്ഡലത്തിൽ കരമന ജയനാണ് മത്സരിക്കുന്നത്. കരമന ജയൻ ഇതോടൊപ്പം തന്നെ മത്സരം ആരംഭിച്ചത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള ജനപിന്തുണയായിരുന്നു. ഓരോ ദിവസം കഴിയുന്നതോറും കരമന ജയന്റെ ജനപിന്തുണ ഏറി വരുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ആവേശം കെങ്കേമമായിരിക്കുകയാണ്. പ്രവർത്തകരെ അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ തിരുവനന്തപുരം സെൻട്രലിലെ സ്ഥാനാർത്ഥി ജയനിൽ എത്തി. ഓരോ പ്രവർത്തകരും നൃത്തം ചെയ്തും പാട്ടുപാടിയുമെല്ലാം ഈ കൊട്ടിക്കലാശം അക്ഷരാർത്ഥത്തിൽ കൊട്ടിക്കലാശമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലായിടത്തും വലിയ രീതിയിലുള്ള ആവേശകരമായ നിമിഷങ്ങളാണ്. ഏറ്റവും കൂടുതൽ യുവാക്കൾ എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രായഭേദമന്യേ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പഴവങ്ങാടി ഗണപതി ഭഗവാന്റെ തിരുസന്നിധിക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നിരവധി പേർ നമുക്ക് എല്ലാവരും തെരഞ്ഞെടുപ്പ് പ്രചരണം വിജയം സുനിശ്ചിതമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ആ വിജയം ആഘോഷിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാം. അക്ഷരാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമല്ല, ഇതൊരു വിജയാവകാശം മാറുന്നൊരു കാഴ്ചയാണ്. കരമന ജയൻ നരേന്ദ്രമോദി ലോകാരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയാണ്. അതിന് മുകളിൽ നിന്നുകൊണ്ടാണ് കരമന ജയൻ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തത്. തിരുവനന്തപുരത്തെ ഏറ്റവും വിജയ പ്രതീക്ഷ വെച്ചുപുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ്. നേമവും അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവും കൂട്ടവും തിരുവനന്തപുരം സെൻട്രലും വലിയ രീതിയിൽ കരമന ജയന്റെ ഈ സ്ഥാനാർത്ഥിയുടെ കുട്ടിക്കലാശമാണ് ഇപ്പോൾ പഴവങ്ങാടിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കരമന ജയൻ എന്ന ജനകീയ മുഖത്തിലൂടെ തിരുവനന്തപുരം സെൻട്രലിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയം സുനിശ്ചിതമാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഇന്ത്യക്കുള്ളത്. ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഈ കുട്ടിക്കലാശത്തിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ തൃക്കാക്കരയിലെ ഇന്ത്യ സ്ഥാനാർത്ഥി അഖിൽ മാരാരുടെ
പ്രചാരണ പരിപാടികളും അന്തിമഘട്ടത്തിലേക്ക് ആ ഒരു കുട്ടിക്കലാശം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ വിശദാംശങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, കുട്ടിക്കലാശം വൈറ്റില ജംഗ്ഷനിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ആവേശത്തിലാണ് പ്രവർത്തകർ? തൃക്കാക്കരയിലെ NDA സ്ഥാനാർത്ഥി അഖിൽ മാരാരുടെ കുട്ടിക്കലാശം വൈറ്റില ജംഗ്ഷനിൽ. നിഷ, കേൾക്കാമോ?